ചേട്ടാ ഈ കുട്ടികളുടെ നാടകം എന്ന് പറഞ്ഞ ആ ഒരു കൺസെപ്റ്റിലാണ് നാടകം വരുന്നത്. അതെ. പക്ഷേ ഭയങ്കര പ്രൊഫഷണലായിട്ട് നാടകം കളിക്കുന്ന കുട്ടികൾ അതിൽ പ്രൊഫഷണലായിട്ടുള്ള കാഴ്ചക്കാരും ടാഗോർ തിയേറ്റർ ഇങ്ങനെയൊന്നും നിറഞ്ഞു കമ്പിന്നല്ല. അതെ അതെ അത് കണ്ടപ്പോൾ അതെ അതെ ഞാൻ ഇപ്പോൾ എത്തിയതേ ഉള്ളൂ, നാടകം കണ്ടില്ല. അപ്പോൾ ഈ ടാഗോർ തിയേറ്ററിലാണ് നാടക മത്സരം നടക്കുന്നു എന്നറിഞ്ഞപ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സമയത്ത് ഞാനിവിടെ കണ്ണൂർ ജില്ലയ്ക്ക് ഫെസ്റ്റ് വാങ്ങിയിട്ട് പോയ ഒരാളാണ്. അത് ഭയങ്കര ഹാപ്പിയായി. കാരണം പലപ്പോഴും ഞങ്ങളെപ്പോലുള്ള നാടക പ്രവർത്തകരുടെ ഏറ്റവും വലിയ പരാതി നാടകത്തിന് കൊടുക്കുന്ന വേദി, വെയിലും പൊടിയും മറ്റ് ശബ്ദങ്ങളും. അപ്പോൾ കുട്ടികൾ ഒരു കറക്റ്റ് ഒരു പ്രൊഫഷണൽ തിയേറ്ററിൽ, പക്ഷെ കുറേയും കൂടി ഇതിനെ കുറേയും കൂടി ഒരു തിയേറ്റർ ആക്കി മാറ്റണം സംഘാടകർ. അവർ ഇപ്പം ഞാൻ കാണുമ്പോൾ അതിൻ്റെ സ്റ്റേജ് അറേഞ്ച്മെൻറ്റ്സ് അടക്കം ഒരു മാറ്റണം. എങ്കിൽ മാത്രമേ തിയേറ്റർ എന്താണ് എന്നുള്ളത് കുട്ടികൾക്കും കാണുന്ന പ്രേക്ഷകരും അതിവിടെ ചെയ്യാൻ പറ്റും. അത് മറ്റൊരു വേദിയാണെങ്കിൽ നമുക്കിത് പറയാൻ പറ്റില്ല. കാരണം അവിടെ താൽക്കാലികമായി കെട്ടിയുണ്ടാക്കുന്ന ഒരു വേദി യഥാർത്ഥ തിയേറ്റർ അല്ല, അതൊരു താൽക്കാലികമാണ്, ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. പക്ഷെ ഇവിടെ വളരെ നല്ല സിറ്റിംഗ് ആണ്. പ്രേക്ഷകർക്ക് വളരെ കുട്ടികൾ പഠിക്കണം. കാരണം ഇതിൻ്റെ എല്ലാം കാണാം, സ്റ്റേജ് മുഴുവൻ കാണാം, അവരുടെ ഓരോ ചലനങ്ങളും കാണാം. അപ്പോൾ അത് എത്രത്തോളമാണ് കുട്ടികൾ ഈ നാടകത്തിലൂടെ അത് എടുക്കുന്നത് എനിക്കറിയില്ല. എന്തായാലും ഞാൻ ഇനിയുള്ള സമയങ്ങളിൽ നാടകങ്ങൾ കാണും. ഹൈസ്കൂൾ നാടകങ്ങൾ കുറേ കാണണമെന്നുണ്ട്, ജനമുണ്ട്. അല്ല, എപ്പോഴും നാടകരീതി എപ്പോഴും ആണ്. പക്ഷെ പലപ്പോഴും നമുക്കറിയാലോ, പുറലോകം ഏറ്റവും നിങ്ങൾ മാധ്യമങ്ങളായാലും ഒരു ഗ്ലാമർ മേഖല എന്ന് പറയുന്നത് നൃത്തം നടക്കുന്ന സ്റ്റേജാണ്. അവിടേക്കാണ് കൂടുതൽ ഫോക്കസ് ചെയ്യപ്പെടുക. അത് തീർച്ചയായിട്ടും അങ്ങനെ വേണം. ഇത് വളരെ സൈലൻ്റോട് നിശബ്ദമായിരുന്ന്, കാരണം കുട്ടികൾ അവതരിപ്പിക്കുന്ന ഓരോ വിഷയവും ഒരു 100 പ്രസംഗത്തിന് തുല്യമാണ്. അത് എത്രത്തോളം കുട്ടികളും പൊതുസമൂഹവും ഏറ്റെടുക്കുന്നുണ്ടോ എന്ന് എനിക്ക് ഇപ്പോഴറിയില്ല. ഞാൻ കുറച്ച് വർഷമായി കലോത്സവങ്ങൾ കാണാത്തത്. അല്ല, അപ്പോൾ അത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ഞാൻ നിങ്ങളോടാണ് എൻ്റെ ഒരു വലിയൊരു റിക്വസ്റ്റ്. കാരണം മുദ്രാവാക്യങ്ങളും ഒക്കെ കുറഞ്ഞു വരുന്ന ഒരു കാലത്ത് കുട്ടികളുടെ നാടകവേദി എത്രത്തോളം ഇതുപോലെയുള്ള മുദ്രാവാക്യങ്ങൾ പുറപ്പെടുപ്പിക്കുന്നുണ്ട്, അവരെ പുറത്തേക്ക് അവർ എഴുതി വിടുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിലൂടെ മാത്രമേ, ഇത് വളരെ ഒരു 1000 പേര് നാടകം കാണുന്നുള്ളൂ. പക്ഷേ ഈ 3 കോടി ജനങ്ങളും നിങ്ങളിലൂടെ അറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഈ ഇവിടെ കളിക്കുന്ന ഓരോ നാടക സംഘത്തിനെയും നിങ്ങൾ പ്രത്യേകിച്ച് ഇൻ്റർവ്യൂ ചെയ്ത് അവർ പറയുന്ന വിഷയം എത്രത്തോളം കാലിക പ്രസക്തമാണ് എന്നത് പൊതുസമൂഹത്തെ അറിയിക്കണം. ഇല്ലെങ്കിൽ എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, ഈ അടുത്ത ദിവസം നടന്ന മൃദംഗ വിശുദ്ധനം പറയുന്ന പോലത്തെ ഒരു നൃത്തം, ഞാൻ അതിലൊന്നും കുറ്റം പറഞ്ഞില്ല. ഞാൻ ഭയങ്കര എല്ലാ കലയും ബഹുമാനിക്കുന്ന ഒരാളാണ്. പക്ഷേ മാഞ്ചിയം പോലത്തെ തട്ടിപ്പ് ഭരതനാട്യത്തിലും ഉണ്ടാക്കുന്നു എന്ന് പറയുമ്പം കലാരംഗത്ത് ഭയങ്കര നാണക്കേടാണ്. മനസ്സിലായില്ലേ? അല്ല, എന്തുകൊണ്ടാണ് ഇവിടെ ഞാൻ ഇതിലൂടെ വന്ന ഒരാളാണ്. എത്രയോ 5 തവണ ഞാൻ സ്റ്റേറ്റിൽ കുട്ടികളുടെ നാടകമായിട്ട് സഞ്ചരിച്ച ഒരാളാണ്. അതിനു മുമ്പ് മറ്റ് പല സംവിധായകരുടെ കൂടി. അപ്പോൾ ഒരിക്കലും മാതാപിതാക്കളുടെയോ അല്ലെങ്കിൽ സ്കൂൾ അധ്യാപകരുടെയോ ഇല്ല, മത്സരമില്ല. ഇതിൻ്റെ പിന്നാമ്പുറത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഇതിനിപ്പോൾ വരുമ്പോൾ ഒരുവിധം എല്ലാ സംവിധായകരെയും ഞാൻ കെട്ടിപ്പിടിച്ചിട്ടാണ് വന്നത്. നിങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റില്ല മറ്റൊരു വേദിയിലും പോയി കഴിഞ്ഞാൽ. കാരണം തീർത്തും സൗഹൃദമാണ്. കോമ്പറ്റീഷൻ ഉണ്ടാവും, പിന്നെ വലിയ പണക്കൊഴുപ്പ് ഇല്ല. ഇത് എന്താ പറയുക, ഇതൊരു ഭയങ്കര സംഘകലയാണ്. ഇത് കുട്ടികൾ പല സ്കൂളുകളിലും എനിക്കറിയാം. ചില സ്കൂളിൽ പണ്ടത്തെ അവസ്ഥയല്ല എന്നുള്ളത്, നന്നായിട്ട് കാശ് മുടക്കുന്നവരുണ്ട്. വളരെ ദരിദ്രമായ ചുറ്റുപാടിൽ നിന്ന് ഒരു നാടകം ഉണ്ടാക്കി വരികയാണ്. കാരണം ഇതിൻ്റെ പ്രോപ്പർട്ടി, ഇതിൻ്റെ മേക്കപ്പ്, കോസ്റ്റ്യൂം എല്ലാം കുട്ടികൾ കൊണ്ടുവരണം. മറ്റേത് കലാരൂപത്തിനും ഒരു ഹാൻഡ് ബാഗ് തൂക്കി വന്നാൽ മതി. അപ്പോൾ ഇതിൻ്റെ ഒരു വലിയൊരു എഫേർട്ട് എടുക്കുന്നുണ്ട്. പക്ഷേ എന്താ ഇതിൻ്റെ ഞാനിപ്പോഴും ഒരു സങ്കടം എന്താണെന്ന് പറഞ്ഞാൽ, ഇത്രയും കുട്ടികളുടെ നാടകം നമ്മുടെ സ്റ്റേറ്റിൽ ഉണ്ടാവുന്നുണ്ട്. ഇന്ത്യയിലെ ഒരു സ്റ്റേറ്റിൽ ഇത്രയധികം കുട്ടികളുടെ നാടകം ഉറപ്പാണ്, 100%. പക്ഷെ ഇതോടുകൂടി തീരുകയാണ്. അല്ല, ഇത് എല്ലാ വർഷവും ഇവർ പറയുന്നുണ്ട്. ഇതിൻ്റെ വിഷയം എന്ന് വെച്ചാൽ, ഈ ഉദ്ഘാടന പ്രസംഗത്തിലും സമാപന പ്രസംഗത്തിലും വാഗ്ദാനങ്ങൾ കൊടുക്കുന്നു എന്നല്ലാതെ, ഞാനിപ്പോഴും നാടകക്കാരനാണല്ലോ. അപ്പം ഞാൻ 33 വർഷമായിട്ട് എൻ്റെ സങ്കടം തീർന്നിട്ടില്ല. എനിക്ക് മറ്റുള്ളതിലൊന്നും സങ്കടമില്ല. എനിക്ക് അവാർഡ് കിട്ടാത്തതിലോ ഫെലോഷിപ്പ് കിട്ടാത്തതിലോ സങ്കടം. ഇപ്പോഴും ഞാനൊക്കെ സ്വപ്നം കാണുന്ന ഒരു തിയേറ്റർ സംസ്കാരം കേരളത്തിലില്ല. കാരണം ഇന്നത്തോടു കൂടി ഈ കുട്ടികളുടെ നാടകത്തിൽ നിന്നും ഇനി അടുത്ത കലോത്സവത്തിലേക്ക് വേണം.
ഇത് അതാണ് ഞാൻ പറയും, ഈ കുട്ടികൾ ഇവിടെ വന്ന് അവതരിപ്പിക്കുന്ന നാടകം ഇവരുടെ സ്വന്തം സ്കൂളിലെ കുട്ടികൾ പോലും കാണുന്നില്ല. ഞാൻ എപ്പോഴും എൻ്റെ സ്കൂളിൽ നാടകം ചെയ്യുമ്പോൾ ഞാൻ പറയാറുണ്ട്, ഇത് മത്സരത്തിന് മുന്നേ നിങ്ങൾ മുഴുവൻ നിങ്ങളുടെ സ്കൂളിലെ കുട്ടികളെ, അധ്യാപകരെ, പിന്നെ രക്ഷിതാക്കളെ നിങ്ങൾ കാണിക്കണം. നിങ്ങളുടെ മക്കൾ ചെയ്യുന്നത് എന്താണ് എന്നുള്ളത് ആദ്യം ബോധ്യപ്പെടേണ്ടത് രക്ഷിതാക്കൾക്കും അധ്യാപകർക്കുമാണ്. പലപ്പോഴും പല സ്കൂളുകളിലും അവിടുത്തെ 1-2 ടീച്ചേഴ്സിൻ്റെ ഇൻട്രസ്റ്റ് ആയിരിക്കും ഒരു നാടകം എന്നത്. ഡാൻസ് വളരെ വ്യക്തിപരമാണ്, മാതാപിതാക്കൾക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ ചെയ്യുന്ന ഒരു നാടകം ആദ്യം കാണേണ്ടത് രക്ഷിതാക്കൾ കാണും, ആ സ്കൂളിലെ മുഴുവൻ അധ്യാപകരും കാണും. പല അധ്യാപകരും കാണില്ല. കുറേ പൈസയിൽ വിട്ടു, സ്റ്റേറ്റ് വന്നു, ഒരു എ ഗ്രേഡ് വാങ്ങാൻ വേണ്ടി ആകരുത് ഒരു കലയും. മത്സരത്തിന് വേണം, മത്സരത്തിന് ചില അതുണ്ടാവുമല്ലോ സ്വാഭാവികമായിട്ട്. പക്ഷെ അതിനപ്പുറം കലയെ, പ്രത്യേകിച്ച് നാടകത്തെ, മറ്റേത് എനിക്കറിയില്ല, ഞാൻ അതിൽ പ്രവർത്തിക്കുന്ന ഒരാളല്ല. കാരണം അങ്ങനെയാണെങ്കിൽ കോടിക്കണക്കിന് രൂപയാണ് നൃത്ത ഇനങ്ങൾക്ക് വേണ്ടി കേരളത്തിൽ മാർക്കറ്റിലേക്ക് ചെലവിടുന്നത്. നിങ്ങൾ ഒരു സ്റ്റോറി ചെയ്യൂ. ഈ സംസ്ഥാന സ്കൂൾ കലോത്സവം കഴിഞ്ഞതിന് ശേഷം എത്ര കുട്ടികൾ ഈ നൃത്തത്തെ പ്രൊഫഷണലായിട്ട്, കേരളത്തിൽ ഇപ്പോഴും നിങ്ങൾക്കറിയോ, കേരളത്തിൽ ഇപ്പോഴും പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്യുന്ന, മത്സരത്തിൽ പഠിക്കുന്ന ക്യാപ്സ്യൂളല്ല പറയുന്നത്, പ്രൊഫഷണലായിട്ട് ഡാൻസ് ചെയ്യുന്ന ഭരതനാട്യ നർത്തകിമാരും മോഹിനിയാട്ടക്കാരും അല്ല കേരള നടനക്കാരൊക്കെ വിരലിൽ എണ്ണാവുന്നവർ മാത്രമേ ഉള്ളൂ. കാരണം സംഗീത അക്കാദമിൻ്റെ ഒരു പരിപാടിയെ ബന്ധപ്പെട്ട് നേരിട്ട് അനുഭവിച്ചതാണ്. ഇല്ല, പക്ഷേ എത്ര കോടികളാണ് ഇല്ല. അവർ ഇത് കഴിയുന്നതോടുകൂടി അവർ, പക്ഷെ ഇതിനെ നമ്മുടെ സംസ്കാരവുമായിട്ടും ഇതിൻ്റെ ഒരു കൾച്ചറൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത് ഇതൊക്കെയാണ്. അത് വിദ്യാഭ്യാസ വകുപ്പും, ഞാൻ പറയുന്നു, ഇവിടെ ഫസ്റ്റോ സെക്കൻഡോ തേർഡോ കിട്ടുന്ന ഒരു 3 നാടകങ്ങളെങ്കിലും എല്ലാ സ്കൂളുകളിലും പോയിട്ട് അവതരിപ്പിക്കേണ്ട സൗകര്യം ചെയ്തു കൊടുക്കണം. കുട്ടികളുടെ സംസ്ഥാന നാടകോത്സവം എന്ന് പറഞ്ഞിട്ട് തന്നെ ഇവിടുന്ന് കിട്ടുന്ന പ്രധാനപ്പെട്ട നാടകങ്ങൾ ഒരു പാക്കേജ് പോലെ ആക്കിയിട്ട് എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും അവതരിപ്പിക്കണം. എങ്കിൽ മാത്രമേ ഇതിനൊരു കണ്ടിന്യൂറ്റി ഉള്ളൂ. കേരളത്തിലെ നാടക പ്രസ്ഥാനത്തിൽ വന്നിരിക്കുന്ന അപജയവും ഇതുതന്നെയാണ്. കാരണം ഒരു ഏറ്റവും കേരളത്തിലെ വായനശാല പ്രവർത്തകരായിരുന്നു നാടകങ്ങൾ ഉണ്ടാക്കിയത്. ആ പ്രൊഫഷണൽ അത് വിട്ടോളൂ. ഒരു നാടകത്തിന് വേണ്ടിയിട്ട് മാസങ്ങളോളം എഫേർട്ട് എടുക്കുന്നു. ഒരു പാതിരാത്രിയിൽ ആ നാടകം അവിടെ കത്തിത്തീരുന്നു. ഒരുപക്ഷെ അന്നത്തെ പ്രസൻറ്റേഷൻ മോശമാകാം, പിന്നെ കടക്കണിയിലാകും. അടുത്ത ഒരു വർഷത്തിന് വേണ്ടി വീണ്ടും ഇതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി എന്ന് പറയുന്നത് മറ്റ് നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ എന്താണെന്ന് പറഞ്ഞാൽ അവിടെ നാടകങ്ങൾ കുറവാണെങ്കിലും ഒരു നാടകം ഉണ്ടാക്കി കഴിഞ്ഞാൽ ആ നാടകവുമായിട്ട് അവർ ഒരു വർഷം യാത്ര ചെയ്യും, ഗ്രാമങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക്. ഇപ്പോഴും അവിടെ നിങ്ങളിപ്പോൾ ഈ കഴിഞ്ഞ മാസം നടന്ന IFFKയിൽ ഒരു കസാക്കിസ്ഥാൻ സിനിമ ഉണ്ടായിരുന്നു, കണ്ടോന്നറിയില്ല, തലാക്ക്. ആ തലാക്ക് സിനിമ തുടങ്ങുന്ന തന്നെ അവരുടെ പശ്ചാത്തലത്തിൽ ഒരു ഗ്രാമീണ നാടകമാണ്. നമ്മൾ പണ്ട് അമ്മേൻ്റെ പഴയ സാരിയും ഓലയൊക്കെ കെട്ടിവെച്ച് നാടകം ഉണ്ടാക്കില്ലേ, അപ്പോൾ എനിക്കത് ഭയങ്കര ഫീൽ ചെയ്തു. അല്ല, അവരാ നാടകമായിട്ട് ഇങ്ങനെ യാത്ര ചെയ്യും. കാരണം അവിടുന്ന് ഈ സിനിമ അധികം എത്താത്ത നോർത്ത് ഇന്ത്യൻ സംസ്ഥാനങ്ങളാണല്ലോ. നമുക്കതല്ല, നമ്മൾ കുറേയും കൂടി പരിഷ്കൃതരാണ്. പക്ഷേ നാടകം ഒരു ദിവസം കൊണ്ട് തീരുകയാണ്. ഞാൻ പറഞ്ഞു, ഇന്നും 5-ാം തീയതിയും 7-ാം തീയതിയോട് കൂടി കേരളത്തിലെ കുട്ടികളുടെ നാടകവേദി ഈ വർഷത്തേക്ക് അസ്തമിച്ചു. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ എങ്കിൽ മാത്രമേ കുട്ടികൾക്ക്, നിങ്ങൾ ഏത് ജോലിയും ചെയ്തോളൂ, നിങ്ങൾ ഉന്നതമായ വിദ്യാഭ്യാസം പൂർത്തിയാക്കിക്കോളൂ. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള കല എന്താണോ അതിനെ കൂടെ കൂട്ടിക്കൊണ്ട് പോകുമ്പോൾ ഞാൻ പറയുന്നു. കാരണം ഞാൻ ഇതിൽ കാണുന്ന ഏറ്റവും വലിയ മറ്റൊരു പ്രത്യേകത പറയാം. ഇപ്പം നമ്മൾ പുതിയ കാലത്തെ കുട്ടികളെക്കുറിച്ച് ഭയങ്കര ലഹരി മറ്റേത് എന്നെല്ലാം പറഞ്ഞ കുട്ടികൾ പറഞ്ഞു. നിങ്ങൾ ആലോചിച്ച് നോക്കുക, ഈ നാടക റിഹേഴ്സലുമായി ബന്ധപ്പെട്ട് ഈ കുട്ടികളടക്കം ഒരു മാസം കുട്ടികൾ ഇത് മാത്രമാണ് ഫോക്കസ്. മൊബൈൽ ഫോൺ ഉണ്ടാവില്ല, കുട്ടികൾക്ക് മോശമായ ചിന്തകൾ. നമ്മളങ്ങനെ വന്ന ആളാണല്ലോ. അപ്പോൾ ഇത് ഏറ്റവും വലിയൊരു എക്സസൈസാണ്. നിങ്ങൾ കോടികൾ ഇവിടുത്തെ ഈ ലഹരിക്കെതിരെയും മറ്റുള്ളതിനു വേണ്ടി ചെലവിടുന്നത്, നിങ്ങളെല്ലാ സ്കൂളിലും 1 മാസം 2 മാസം കുട്ടികളുടെ, ഞാൻ ഈ നാടകം എന്ന് പറയുമ്പം അതിലെല്ലാം പെടും കേട്ടോ, അത് ഉൾപ്പെടുത്തണം. നാടകം എന്ന് പറയുമ്പോൾ അതിൽ നൃത്തം, ശില്പം, ചിത്രം, സംഗീതം, ഇതെല്ലാം ഉൾപ്പെടുന്നതാണ്. ഒരു സമ്പൂർണ്ണ കലാരൂപമാണ് ശരിക്കും പറഞ്ഞാൽ നാടകം. പക്ഷെ നമ്മളറിയാതെ നാടകം, അത് രാഷ്ട്രീയക്കാരും നിങ്ങൾ മാധ്യമങ്ങളും അവൻ നാടകം കളിക്കുന്നു പറഞ്ഞ് ഇതെന്തോ ഒരു വളരെ മോശമായ ഒരു കലയാണ്, എന്ത് തോന്നിവാസം ചെയ്താലും നാടകം എന്ന് പറഞ്ഞിട്ട് അതിനെ ഇകഴ്ത്തി കാണിക്കുകയാണ്. ഞാൻ പറയാം, അത് വിടുക, നാടകം വിടുക. തിയേറ്റർ എന്നൊരു വലിയൊരു സങ്കല്പമില്ല. ആ തിയേറ്റർ, കുട്ടികളുടെ തിയേറ്റർ എന്നാൽ ഈ പറയുന്ന വാക്ക് ദുരുപയോഗപ്പെടില്ല.
നീ നാടകം കളിക്കില്ലേ എന്ന് പറയുമ്പോൾ അതിൽ പോസിറ്റീവായിട്ടും നമുക്ക് പറയാം, നെഗറ്റീവായിട്ടും പറയാം. അതിന് പറയാം കുട്ടികളുടെ തിയേറ്റർ തന്നെ പറയണം. കുട്ടികളുടെ നാടക മത്സരം എന്ന് പോലും പറയാൻ പാടില്ല. കുട്ടികളുടെ തിയേറ്റർ കോമ്പറ്റീഷൻ. തിയേറ്റർ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ കുറേയും കൂടി മനസ്സ് വിശാലമാവും, ചിന്തകൾ വിശാലമാവും. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ടാക്കണം. ഇത് എല്ലാ വർഷവും പറയുന്നതാണ്, ഇത് സംഭവിക്കുന്നില്ല. പക്ഷെ എന്നാലും ഇങ്ങനെ വന്ന് ഇതൊക്കെ കാണുമ്പോൾ ഉണ്ടാകുന്നൊരു ഭയങ്കര സന്തോഷമുണ്ടല്ലോ, അത് നമുക്ക് എന്തായാലും. പക്ഷെ നിങ്ങളത് ഇതിനു വേണ്ടി ഉറപ്പായിട്ടും ശബ്ദിക്കും എന്നെനിക്കറിയാം. നമ്മുടെ